പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ പകൽക്കാലം ദൈവവചനമായി നിൽപ്പാൻ ദൈവം എനിക്കൊരു അവസരം കൂടി നൽകിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എബ്രായർ എഴുതിയ ലേഖനം 11 അധ്യായത്തിൻ്റെ 6 വാക്യം നമുക്ക് വായിക്കാം. ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 6. ആമേൻ. ഒരു വാക്യം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ വചനവുമായി കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങൾ അങ്ങയുടെ അടുത്തേക്ക് കടന്നു വരുന്നു. അങ്ങ് എന്താണ് ഞങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അപ്പോൾ അത് പറയുവാൻ അടിയനെയും അത് കേൾക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണമേ. തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പോൾ പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, ഈ എബ്രായർ ലേഖനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിശ്വാസത്തിൻ്റെ ലേഖനമാണ്. ഇവിടെ വിശ്വാസത്താൽ പൂർവ്വ പിതാക്കന്മാർ എന്തെല്ലാം ദൈവസന്നിധിയിൽ എങ്ങനെയൊക്കെ ആയിത്തീർന്നു എന്നുള്ള ഒരു പഴയ നിയമത്തിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ എന്ന വണ്ണമാണ് ഈ ഒരു എബ്രായർ ലേഖനം ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ ചാപ്റ്റർ ഇവിടെ വിവരിക്കാനിടയാകുത്തിയിരുന്നത്. നമ്മൾ ചിന്തിച്ചത്, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലേ. അപ്പോൾ എന്താണ് വിശ്വാസം? നമ്മളൊക്കെ എപ്പോഴും കേൾക്കുന്നത് പോലെ തന്നെ വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. എന്താണ് ആശിക്കുന്നതിൻ്റെ ഉറപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണോ അല്ലെങ്കിൽ നമ്മൾ ആശിക്കുന്ന കാര്യത്തിൻ്റെ ഉറപ്പാണ് വിശ്വാസം എന്നുള്ളത്. ഒരിക്കലുമല്ല. ആ വിഷയത്തെക്കുറിച്ച് ദൈവത്തിനൊരു ആശയമുണ്ട്. നമ്മളൊരു വിഷയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ വിഷയത്തിലുള്ള ദൈവത്തിനൊരു ആശയമുണ്ട്. നമ്മൾ എപ്രകാരം പുറത്തു വരണമെന്ന്, നമുക്ക് എന്താണ് ദൈവം തരാൻ പോകുന്നത്, എങ്ങനെയുള്ള അതിനുള്ളൊരു ആശ. ആ ആശ നമ്മൾ തിരിച്ചറിയണം. അതാണ് വിശ്വാസം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ വിഷയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ദൈവത്തിന് എന്നെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയും. പക്ഷെ ഞാനൊരു പക്ഷേ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആശിക്കുന്ന വിധത്തിലല്ലായിരിക്കും. അതിനുള്ളൊരു സമർപ്പണമായിരിക്കണം നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്ന കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. നമ്മൾ കാണുന്നില്ല, നമ്മുടെ മുമ്പിൽ കാണുന്നില്ല, പക്ഷെ നമുക്കൊരു നിശ്ചയമുണ്ട്. എൻ്റെ ദൈവം എനിക്കത് തരുമെന്നുള്ള വിശ്വാസമുണ്ട്. അവിടെയാണ് ആ ഉറപ്പാണ്, ആ വിശ്വാസമാണ് ഹല്ലേലൂയ ഇവിടെ വിശ്വാസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ദൈവത്തിൻ്റെ സന്നിധി ഞാൻ പോകുന്ന വിഷയത്തിൻ്റെ മേൽ, ദൈവമേ എന്താണ് എനിക്കൊരു ഉറപ്പില്ല, ഞാൻ വിചാരിച്ച പോലെ അല്ല കാര്യങ്ങൾ പോകുന്നതെന്നോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മുന്നിലൊന്നും കാണുന്നില്ല, ഇന്ന് നമ്മൾ കേട്ടതുപോലെ നമ്മുടെ മുന്നിൽ നമുക്കൊരു വഴി കാണാതിരിക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ നമ്മൾ വിശ്വസിക്കാനിടയായിത്തീരണം. എൻ്റെ ദൈവത്താൽ സാധ്യമാണ്, എൻ്റെ ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു മറുപടി, ഒരു വിടുതൽ ഈ വിഷയത്തിന് എനിക്ക് ലഭിക്കുമെന്നുള്ള ഒരു ഉറപ്പാണ് വിശ്വാസം എന്ന് പരിണമിക്കാൻ ഇടയായിത്തീരുന്നത്. ഇവിടെ വിശ്വാസത്തിനെ കുറിച്ച് തുടക്കങ്ങളിലെ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാനിടയായിത്തീരാം. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ആ പൂർവിക പിതാക്കന്മാരുടെ ലിസ്റ്റുകളാണ് താഴത്തോട്ടുള്ള വചനങ്ങളിൽ പറയുന്നത്. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ലോകക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോകം എങ്ങനെയാണ് ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒരു പക്ഷേ പഠിക്കുന്നത് പറയാനിടയായിത്തീരും. എങ്ങനെയാണ് ലോകം ഉണ്ടായതെന്ന് അവർ സയൻറ്റിഫിക്കായിട്ട് പറയുവാനിടയായിത്തീരും. ഹല്ലേലൂയ. പല സംശയങ്ങളുണ്ട്. കോഴിയാണോ ആദ്യം ഉണ്ടായത്, മുട്ടയാണോ ആദ്യം ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുരങ്ങിൽ നിന്നുമാണ് മനുഷ്യരുണ്ടായെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സയൻറ്റിഫിക്കായിട്ട് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു വിശ്വാസിയോട് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസി എന്ത് പറയാനിടയായിത്തീരും? ദൈവത്തിൻ്റെ വായിൽ നിന്ന് വന്ന ശബ്ദത്താലാണ്, ദൈവത്തിൻ്റെ വചനത്താലാണ് ലോകമുളവായിരുന്നത് നമ്മൾ പറയാനിടയായിത്തീരും. ഹല്ലേലൂയ. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിൻ്റെ വചനത്താലാണ് ഈ ലോകമുണ്ടായതെന്ന്. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അതാണ് വിശ്വാസം. ഇവിടെ പറയുന്നു വിശ്വാസത്താൽ ഹാബേൽ. അത് കഴിഞ്ഞ് ഹാബേലിൻ്റെ കാര്യവും കയ്യിൻ്റെ കാര്യമെല്ലാം ഇവിടെ സംസാരിച്ചതിന് ശേഷം താഴ്ത്തോട്ടുള്ള വചനത്തിൽ വരുമ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന വചനമായിട്ടുള്ള, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും കഴിയുന്നതില്ല. നമ്മൾ എത്ര പേര് ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്? ഇന്ന് നമ്മൾ കേട്ടത് അപ്രകാരമുള്ളൊരു വചനം തന്നെയാണ്. ഇവിടെ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് കുഞ്ഞുങ്ങളുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്ത് വരാറുണ്ട്. അപ്പനെ അപ്രോച്ച് ചെയ്യുന്ന രീതി അവർ വേറെയാണ്, അമ്മയുടെ അടുത്ത് അപ്രോച്ചിങ് വേറെയാണ്, അല്ലേ? സ്കൂളിൽ ചെന്ന ടീച്ചറുടെ അടുത്ത് അവർ അപ്രോച്ച് ചെയ്യുന്ന രീതി വേറെയാണ്. അവർക്ക് ഒരാളെ പ്ലീസ് ചെയ്ത് ഒരു കാര്യം നേടണം
നേടണമെങ്കിൽ അവർ പലരിടത്തും പല അപ്രോച്ചാണ് അവർക്കുള്ളത്, അല്ലേ? നമ്മൾ എത്ര പേർക്ക് അങ്ങനെ ഒരു ദൈവത്തെ പ്രസാദിപ്പിച്ച് എനിക്കൊരു കാര്യം നേടണമെന്ന് നമ്മൾ എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട്? ഞാൻ ഹല്ലേലൂയ ഇങ്ങനെ ഒരു രസകരമായ ഒരു കാര്യം പറയാം. ഞാനിങ്ങനെ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന സമയത്ത് ഒരു സാറ്റർഡേ ഷിഫ്റ്റാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഡോക്ടേഴ്സൊക്കെ അന്ന് നമുക്ക് എല്ലാവർക്കും കുറവാണല്ലോ, സാറ്റർഡേ ഓൺ കോൾ ഡോക്ടേഴ്സേ ഉള്ളൂ. അപ്പോൾ നഴ്സ് ഇൻചാർജ് ആയിരിക്കും ഹോൾ വാർഡിൻ്റെ ഏറ്റവും റെസ്പോൺസിബിലിറ്റി. നമ്മൾ ഓർക്കുന്നത് എന്താണ്, സാറ്റർഡേ ഷിഫ്റ്റ് ഈസി ഗോയ എന്ന് പറഞ്ഞായിരിക്കും ചെല്ലുന്നത്, പക്ഷെ നമുക്കായിരിക്കും എല്ലാ ഹെഡേക്കും വരുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ അങ്ങനെ വളരെ ബിസി ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബാങ്ക് ഷിഫ്റ്റ് എടുത്തൊരു HCA അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അവരെ കാണുന്നത്. പക്ഷെ ഞാൻ വളരെ തിരക്കായതുകൊണ്ട് അവരോട് അങ്ങനെ എനിക്ക് സംസാരിക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ ഇന്നത് ചെയ്യണം എന്ന് എല്ലാവരുടെ പറഞ്ഞ് ഞാൻ അങ്ങനെ പോയി. ഒരു കുറച്ച് സമയത്തിന് ശേഷം ആ HCA എനിക്കൊരു ഹോട്ട് ചോക്ലേറ്റ് വാങ്ങിച്ചുകൊണ്ട് തന്നു. അപ്പം ഞാൻ ഓർത്തു, പെട്ടെന്ന് എന്താണ് അങ്ങനെ? ഞാനന്ന് അവരെ ഒന്ന് പറയുക, അപ്രീഷിയേറ്റ് ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് പരിചയമില്ല അവരെ. അവൻ്റെ ഷിഫ്റ്റിന് ഇടയ്ക്ക് വെച്ചാൽ ഞാൻ ചോദിച്ചു, ആർ യു ഷ്യൂർ, നീ എനിക്ക് തന്നെയാണോ ഇത് തരുന്നതെന്ന് ചോദിച്ചു. ചിലപ്പോൾ ആൾക്കാർ മാറിപ്പോകല്ലോ, നമ്മുടെ ഫേസ് കട്ടുള്ള മലയാളീസിനെയൊക്കെ അവർക്ക് മാറിപ്പോ, ഒരു കർമ്മത്തിയായിരുന്നു. അപ്പം ഞാൻ ഓർത്തു, ആർ യു ഷ്യൂർ, നീ എനിക്ക് തന്നെയാണോ, അല്ലെങ്കിൽ പിന്നെ പിടിക്കണ്ടല്ലോ എന്നോർത്ത് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അതെ നിനക്ക് തന്നെയാണെന്ന് പറഞ്ഞ് എനിക്ക് തന്നു. ഞാനിങ്ങനെ ആലോചിച്ചിരിക്കും എന്താണ് കാര്യം. അപ്പം ഞാൻ ഓർത്തു, കുഴപ്പമില്ല, ഒരു ഇൻചാർജൊക്കെ അല്ലേ, അതുകൊണ്ട് കിട്ടിയതായിരിക്കും എന്നൊക്കെ ഓർത്തു. അവിടെ താങ്ക്സ് ഒക്കെ പോയി കുടിച്ചുകൊണ്ടിരിക്കുന്ന, കുടിച്ച് തീർന്നില്ല. അതിന് മുന്നേ അവർ എൻ്റെ അടുത്ത് വന്ന് പറയുവാണേ, ഞാനൊരു ½ hour എയർലി പൊയ്ക്കോട്ടെ എന്ന്. അപ്പോഴത്തേക്ക് എനിക്ക് തോന്നി, ദൈവമേ ചായ കുടിക്കുകയും ചെയ്തു, എങ്ങനെ ഇല്ലെന്നും പറയൂന്ന് ഓർത്തു ഞാൻ. അപ്പം ഞാൻ പറഞ്ഞു, സോറി, എനിക്കങ്ങനെ വിടാനുള്ള അനുവാദമില്ല. കാരണം ആ സമയത്തായിരിക്കും പേഷ്യൻസ് ഫോൾ ആവുന്നത്. പെരിയ അറസ്റ്റ്, കാർഡിയാക് അറസ്റ്റ് ഒക്കെ നമുക്ക് വരുന്നത് ചിലപ്പോൾ എൻഡ് ഓഫ് ദ ഷിഫ്റ്റ് ആയിരിക്കും. അതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാനിത് വായിച്ചപ്പോൾ അങ്ങനെ ഓർത്ത്, അങ്ങനെയാണ് മനുഷ്യരുടെ അപ്രോച്ചിങ്, അല്ലേ? ഒരു കാര്യം നേടണമെങ്കിൽ അവരങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ അപ്രകാരമാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷയത്തിന് മറുപടി കിട്ടിയില്ലെങ്കിൽ, നമ്മളിപ്പോൾ ഇന്ന് പാസ്റ്റർ പറഞ്ഞതുപോലെ നമ്മൾ ഉപവസിക്കാറുണ്ട്, നമ്മൾ അതിനു വേണ്ടി ദൈവത്തോട് കരയാറുണ്ട്, ദൈവത്തോട് പിണങ്ങിയിരിക്കാറുണ്ട്, ഒക്കെ ചെയ്യും. എന്നാൽ എന്തുകൊണ്ട് നമ്മൾ ഈ അപ്രോച്ച് ദൈവത്തോട് എടുക്കുന്നില്ല? ദൈവത്തെ നമുക്ക് എങ്ങനെ പ്രസാദിപ്പിക്കാം എന്ന് നമ്മൾ എങ്ങനെ ആലോചിക്കാറുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ആലോചിക്കും, ദൈവത്തിൽ നിന്ന് എങ്ങനെ മറുപടി മേടിച്ചെടുക്കാം, ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു മറുപടി. ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ വിശ്വാസം എന്ന് ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, ഞാൻ ആശിച്ചതുപോലെ ഈ കാര്യം എനിക്ക് എങ്ങനെ നേടിയെടുക്കാം എന്നുള്ള ഒരു തന്ത്രപ്പാടിനിടയിൽ ദൈവത്തിൻ്റെ ഹിതം പോലും നമ്മൾ മറന്നു പോകും. ഈ വിഷയത്തിൽ ദൈവം നമ്മളെ വേറൊരു രീതിയിലാണ് മറുപടി തരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ ഇന്ന വേ ആണെന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം പോലും മനസ്സിലാക്കാനോ ആ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ പിറുപിറുപ്പോടും ദുഃഖത്തോടും വേദനയോടും പരിഭവത്തോടും കൂടിയായിരിക്കും നമ്മൾ ആ വഴി കൂടി ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ വെള്ളം നമ്മൾ അടിച്ചു കൊണ്ടുപോകുന്ന പോലെ നമ്മൾ പോകാനിടയായിത്തീരുന്നത്. പക്ഷേ ഇവിടെ പറയുന്നു, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ല. ഇപ്രകാരമുള്ള ഒരുപാട് ദൈവ അഭിഷക്തന്മാരുടെ പേരുകളാണ് ഇവിടെ നമ്മൾ വായിച്ചിന് തുടർന്നുള്ളത് ദൈവവചനം വിവരിക്കാനിടയായിത്തീരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയും? എങ്ങനെ ദൈവത്തെ പ്രസാദിക്കുമ്പോഴാണല്ലോ നമുക്കൊരു കാര്യം ദൈവത്തിൽ നിന്ന് കിട്ടുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ വന്ന് നമ്മൾ എന്തെങ്കിലും അവരോട് പറഞ്ഞു, അവരനുസരിച്ച് കഴിയുമ്പോൾ നമുക്ക് അവരോടൊരു പ്രത്യേക ഒരു സ്നേഹം വരും. അവർ ചോദിക്കുമ്പോൾ കൊടുക്കണമെന്ന് തോന്നും. ഒരു കുസൃതിയൊക്കെ കാണിച്ചാലും നമ്മൾ കണ്ടില്ല എന്ന് വെക്കാനിടയായിത്തീരും. അപ്രകാരം ഇവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് എപ്രകാരം ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുവാനിടയായിത്തീരും. ഇവിടെ നമുക്ക് ഒരു വ്യക്തിയെ മാത്രം കാണാം, നോഹ. ഞാൻ എന്തുകൊണ്ടാണ് നോഹയെ തിരഞ്ഞെടുത്തത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ വായിച്ചു വരുന്ന ജനസിസ് ആ നോഹയെക്കുറിച്ചൊക്കെ നമ്മൾ വായിച്ചതുകൊണ്ട് എനിക്കതൊന്ന് സ്ട്രൈക്ക് ചെയ്യാനിടയായിത്തീർന്നു. അത് 7-ാമത്തെ വചനത്തിൽ പറയുന്നു, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. ഇവിടെ നോഹയ്ക്ക് ദൈവത്തിൻ്റെ നീതി ലഭിച്ചു. എപ്രകാരം ലഭിക്കാനിടയായിത്തീർന്നു? ദൈവം പറഞ്ഞത് കേട്ട് ഭയഭക്തിയോടെ ദൈവം പറഞ്ഞത് കേട്ട് അനുസരിച്ചത് കൊണ്ട് നോഹയ്ക്കൊരു നീതി ലഭിക്കാനിടയായിത്തീർന്നു. പെട്ടെന്ന് ഞാൻ ഒരുപാട് സമയം എടുക്കുന്നില്ല, പെട്ടെന്ന് നമുക്ക് ഉൽപ്പത്തിയിലേക്കൊന്ന് പോകാം. ഉൽപ്പത്തി 7-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നോഹയുടെ ആയുസിൻ്റെ 600-ാം സംവത്സരത്തിൽ 2-ാം മാസം 17-ാം തീയതി അന്ന് തന്നെ ആഴിയുടെ ഉറവുകളൊക്കെയും പിളർന്നു. അപ്പോൾ ദൈവം നോക്കിയപ്പോൾ, ഈ ലോകത്തിലേക്ക് നോക്കിയപ്പോൾ എല്ലാവരും പാപം ചെയ്തിരിക്കുന്നത് കണ്ട് ദൈവം അനുതപിക്കാനിടയായിത്തീർന്നു. മനുഷ്യരെ നിർമ്മിച്ചത് പോലും ദൈവത്തിന് ഒരു ദുഃഖമായി തീർന്നിട്ട് ദൈവം അവരെല്ലാം നശിപ്പിച്ച് കളയെന്ന് പറഞ്ഞിട്ട് നോഹയോട് ദൈവത്തിന് കൃപ തോന്നിയാന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 600 വയസ്സായിരുന്നു നോഹയ്ക്ക്. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? ജലപ്രളയം ഉണ്ടാക്കുവാനായിട്ട് നോഹയോട്
പെട്ടകം ഉണ്ടാക്കുന്ന രീതി എല്ലാം പറഞ്ഞു കൊടുത്തു. അന്ന് വരെ മഴ പെയ്തിട്ടില്ല, അന്ന് വരെയുള്ള ജലപ്രളയത്തെക്കുറിച്ച് കേട്ടിട്ടില്ലെങ്കിൽ പോലും നോഹ അതെല്ലാം അനുസരിച്ച് വിശ്വാസത്താൽ അത് നോഹ ചെയ്യുവാനിടയായിത്തീർന്നു. ഇവിടെ പറയുന്നു അങ്ങനെ മഴ തുടങ്ങി. ഇപ്പം നമ്മുടെ ജീവിതത്തിലാണെങ്കിലും ദൈവം പറഞ്ഞത് കേട്ട് നമ്മൾ ഓരോ സ്റ്റെപ്പുകളൊക്കെ എടുത്തു വെച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, ഇപ്പോൾ നമ്മൾ നേരത്തെ ഇച്ചിരി മുന്നേ പറഞ്ഞതുപോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളിലായിരിക്കും നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്നത്. അപ്പം നമ്മൾ ഈ നോഹയെ പോലെ ചിന്തിക്കും. ഇവിടെ നോഹയ്ക്ക് ഈ 17-ാമത്തെ വാക്യത്തിൽ വന്നപ്പോൾ യഹോവ വാതിലടച്ചു, വെള്ളം പൊങ്ങി, പെട്ടകം ജലപ്രളയം ഉണ്ടായി ആദ്യം, പിന്നെ വെള്ളം വർദ്ധിച്ചു, പെട്ടകം പൊങ്ങി, നിലത്തിൽ നിന്ന് ഉയർന്നു, പിന്നെയും വെള്ളം പൊങ്ങി, ഭൂമിയിൽ ഏറ്റവും പെരുകി, പെട്ടകം വെള്ളത്തിൻ്റെ മുകളിലൂടെ ഒഴുകി തുടങ്ങി, വെള്ളം ഭൂമിയിൽ അത്യധികം പൊങ്ങി, ആകാശത്തിന് കീഴെയുള്ള ഉയർന്ന പർവ്വതങ്ങളെയും മൂടി, പർവ്വതങ്ങളെ മൂടുവാൻ തക്കവണ്ണം വെള്ളം 15 മുഴം അവയ്ക്ക് മീതെ പൊങ്ങി. ഇത്രയും കാര്യങ്ങൾ വന്നു അതിൻ്റെ ഇടക്ക്. അപ്പോൾ ഈ നോഹയോട് ദൈവം പറഞ്ഞ് പെട്ടകം ഉണ്ടാക്കണം, ജലപ്രളയം വരുമെന്നേ പറഞ്ഞുള്ളൂ. നോഹ ഇത്രയും പ്രതീക്ഷിച്ച് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രത്തോളം വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ജീവിതത്തിലാണെങ്കിലും ഞാൻ ചിന്തിച്ച് നോക്കിയപ്പോൾ ഒരു പ്രശ്നം വരുമെന്നൊരു ക്ലൂ ദൈവം നമുക്ക് ചിലപ്പോൾ തന്നിട്ടുണ്ടാകാം. പക്ഷെ നമ്മൾക്ക് അതിനകത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോഴേക്കും നമ്മളറിഞ്ഞ് ഇത്രത്തോളം ഒരു വിഷയമാണോ ദൈവമേ, ഞാനിതെങ്ങനെ നേരിടും, ഇത്രത്തോളം ഒരു മലകളും എല്ലാം പൊങ്ങത്തക്ക രീതിയിൽ വെള്ളം അങ്ങ് പെഴുകാൻ തുടങ്ങി. 1-2 ദിവസമല്ല, 150 ദിവസത്തോളം എന്ന് പറയുമ്പോൾ 5 മാസത്തോളമാണെന്ന് എനിക്ക് തോന്നുന്നു. അത്രത്തോളം ദിവസം മഴ പെയ്തുകൊണ്ട് വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നു. അപ്പം നമ്മുടെ അവസ്ഥയിൽ ഇവിടെയാണ് നമ്മൾ വിശ്വാസം കാണുവാൻ ഇടയെത്തിയണം. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലൂടെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കാൻ ഇടയായിത്തീരും? ഇവിടെ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലേ. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കണം. അപ്പം നമ്മളെല്ലാവരും ദൈവത്തെ അറിഞ്ഞവരാണല്ലേ. നമ്മൾ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരല്ലേ? അപ്പോൾ നമ്മൾ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ തന്നെയാണ്. പക്ഷെ ചില സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം സൈലൻ്റ് ആയിരിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ദൈവം ഇല്ലേ, എൻ്റെ അടുത്ത് ഇല്ലെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടിയത് നടുവിൽ ഞാനുണ്ടെന്ന്. നമ്മൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ദൈവം ഇവിടെ ഉണ്ടെന്ന്? ലിറ്ററലി അല്ലേ? നമ്മളപ്പോൾ ചിന്തിക്കാൻ ഇടയായിത്തീരും. വചനപ്രകാരം നമുക്ക് എല്ലാ വചനവും അറിയാം, പക്ഷെ നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കാൻ ഇടയായിത്തീരും. എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്, ദൈവമേ എനിക്ക് കേൾക്കുന്നില്ല ദൈവം, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇല്ലേ എന്ന് ചിന്തിച്ച് നമ്മൾ അത്ര മനസ്സ് നുറുങ്ങി പ്രാർത്ഥിക്കാതൊക്കെ ആയിരിക്കും പറഞ്ഞു. ഈ ചോദ്യത്തോടെ നമ്മൾ ദൈവസഭയിൽ വന്നിട്ട് എനിക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ സെൻറ്റൻസിന് ഇവിടെ ദേവദാസൻ പറഞ്ഞ് ആരാധന സമയത്ത് പറയുന്നതായിട്ട് അപ്പം ഞാൻ ഓർക്കും ദൈവം ഉണ്ട്, ദൈവം ഉണ്ടായിരുന്നു, എൻ്റെ അടുത്തുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞ സെൻറ്റൻസ് കേട്ടൊരു ദൈവം എൻ്റെ അടുത്തുണ്ടായിരുന്നു എന്ന് ഞാൻ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് ദൈവം അപ്പം നമ്മൾ വിശ്വാസികളായിരിക്കുന്ന നമ്മളോട് ദൈവം പറയുന്നു, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കണം. അപ്പം നമ്മൾ എന്ത് വിശ്വസിക്കാൻ ഇടയായിത്തീരണം? ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ വന്നിരിക്കുകയാണ്, ദൈവം എൻ്റെ അടുത്തുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കാൻ ഇടയായിത്തീരണം. അങ്ങനെയാണ് ഇവിടെ ഞാൻ നോഹയുടെ കാര്യത്തിലേക്ക് വരുവാൻ ഇടയായിത്തീരുന്നത്. ഇപ്രകാരം വെള്ളം പൊങ്ങി, പിന്നെയും പെരുകി, പിന്നെയും പൊങ്ങി, മലകളെ മൂടി, മലകൾക്ക് മീതെ 15 മുഴം പിന്നെയും പൊങ്ങി. ഇത്രയൊക്കെ ആയപ്പോഴത്തേക്ക് നോഹ ഇതൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകാം, ദൈവമേ ഇതിങ്ങനെ പൊങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ താഴേക്ക് നോക്കിയാൽ ഒന്നും കാണാനില്ല, വെള്ളം മാത്രമേ ഉള്ളൂ, ഞാനും എൻ്റെ കുടുംബവും ഇത്ര മൃഗങ്ങളും പക്ഷികളും ഇടജന്തുക്കളും മാത്രമായി അവശേഷിക്കുന്ന ആ ഒരു പെട്ടകത്തിനകത്ത് എന്ത് ധൈര്യത്തിലായിരിക്കാം നോഹ ഇരുന്നിട്ടുള്ളത്. ഇവിടെ പറയുന്നു, വെള്ളം ഭൂമിയിൽ 150 ദിവസം പൊങ്ങിക്കൊണ്ടിരുന്നു. അതിൻ്റെ 8-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. അപ്പം അത്രയും നാൾ 10-ാം മാസം വരെ ഇത് വെള്ളം പൊങ്ങി, പിന്നെയാണ് ഇത് ഉറക്കാനിടയെത്തിയിരുന്നത്. അപ്പം 601-ാം സംവത്സരം 1-ാം മാസം 1-ാം തീയതി അതിൻ്റെ 13-ാമത്തെ വാക്യം, ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയി. അപ്പോൾ അത്രയും നാളിത് പൊങ്ങി. ഏകദേശം 1 വർഷത്തോളമാണ് നോഹ അതിനകത്ത് കടന്നത്. ഈ വെള്ളത്തിൻ്റെ മുകളിൽ ഒന്നും കാണാതെ വേണം ഒരു 150 ദിവസത്തോളം വെള്ളം പൊങ്ങിയിട്ട് പിന്നെയാണ് വെള്ളം താഴുവാനിടയായിത്തീർന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 600-ാം സംവത്സരത്തിൽ 2-ാം മാസം 17-ാം തീയതി, ഇപ്പോൾ നമ്മുടെ മാസം പറയാം, ഫെബ്രുവരി 17-ാം തീയതി വെള്ളം പൊങ്ങിയിട്ട് അടുത്ത വർഷം 27-ാം തീയതി ഫെബ്രുവരി വരെ പൊങ്ങി. അന്നാണ് വെള്ളം താഴ്ന്ന് ഇവർ പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഏകദേശം 1 ഇയറോളം നോഹ അതിനകത്തായി പോകാനിടയായിത്തീർന്നു. പിന്നെയാണ് ഉണങ്ങിയ നിലത്ത് അടുത്ത വർഷം ഫെബ്രുവരി 27-ാം തീയതിയാണ് ഇവർ ഇറങ്ങുന്നത്. കയറിയ ശേഷം 1 വർഷത്തോളമായിരുന്നു ഈ ഒരു പ്രശ്നത്തിലൂടെ അവർ പോയത്. പക്ഷെ നോഹയ്ക്ക് എന്ത് സംഭവിച്ചെന്നറിയാവോ? നോഹ ദൈവത്തെ വിശ്വസിച്ചതിൻ്റെ ഫലമായിട്ട് ധൈര്യമായിട്ട് നിൽപ്പാനിടയായിത്തീർന്നു. അങ്ങനെ നോഹയെയും കുടുംബത്തെയും ദൈവം പുറത്തിറക്കിയതായിട്ട് നമുക്ക് കാണാം. അടുത്ത 2-ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ,
തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്ന് നാം വിശ്വസിക്കണം. ഒന്നാമത്തെ വിശ്വാസം എന്തായിരിക്കണം? ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. രണ്ടാമത്തേത് വിശ്വസിക്കേണ്ടത് തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം. ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നമ്മെ നോക്കുന്നു. അപ്പോൾ ആരാണ് ബുദ്ധിമാൻ? ദൈവം നോക്കുന്നത് ആരാണ്? നമ്മൾ എല്ലാവരും പറയാനുള്ളത് നമുക്ക് ബുദ്ധിയുണ്ടെന്നൊക്കെ, പക്ഷെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാണ് ബുദ്ധിമാൻ? ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ടോ എന്ന് ദൈവം നോക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്നത് എപ്പോഴാണ് നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നത്? നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമല്ല നമ്മൾ ദൈവത്തെ അന്വേഷിക്കേണ്ടത്. ഇവിടെ ആമോസിൻ്റെ പ്രവാചക പുസ്തകത്തിൽ അതിൻ്റെ 5:4 പറയുന്നു, 5:6, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് യഹോവയെ അന്വേഷിപ്പിൻ. അപ്പോൾ നമ്മൾ എപ്പോഴാണ് യഹോവയെ അന്വേഷിക്കേണ്ടത്? നമുക്കൊരു പ്രശ്നം വരുമ്പോഴല്ല നമ്മൾ അന്വേഷിക്കേണ്ടത്. നമ്മൾ ദൈവത്തെ അന്വേഷിക്കേണ്ടത് നമ്മൾ ജീവിച്ചിരിക്കേണ്ടതിനാണ്. അപ്പം നമ്മൾ ആരും മരിക്കത്തില്ലേ? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നമ്മൾ ജീവിച്ചിരിക്കേണ്ടതിന് യഹോവയെ അന്വേഷിക്കണം. അപ്പം നമ്മൾ ആരും നമ്മളെല്ലാവരും യഹോവയെ അന്വേഷിക്കുന്നവരാണ് അല്ലേ? അപ്പം നമ്മൾ മരിക്കില്ലേ? നമ്മൾ മരിക്കും. ദൈവത്തിൻ്റെ വചനം പറയും നിത്യജീവൻ. നമുക്ക് നിത്യജീവൻ വേണോ? നമ്മൾ ദൈവത്തെ അന്വേഷിക്കണം. പ്രശ്നങ്ങൾ വരുമ്പോഴല്ല ദൈവത്തെ അന്വേഷിക്കേണ്ടത്, രോഗം വരുമ്പോഴല്ല ദൈവത്തെ അന്വേഷിക്കേണ്ടത്. നമുക്ക് എപ്പോഴായിരിക്കണം നമ്മൾ ദൈവത്തെ അന്വേഷിക്കേണ്ടത്? നിത്യജീവനിലേക്ക് എനിക്ക് കടക്കണം, എനിക്ക് മറ്റുള്ളവരെ നിത്യജീവനിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹം വരുമ്പോൾ നമ്മൾ ദൈവത്തെ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കാൻ ഇടയായിത്തീരണം എന്നാണ് ഇവിടെ ആമോസിൽ പറയുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ തുടർന്നുള്ള വാക്യങ്ങളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അഭിഷിക്തന്മാരെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നുകൂടി ഈ വചനം വായിക്കാം. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടത്. അപ്പം ദൈവത്തിൻ്റെ പ്രതിഫലം എന്താണ്? എന്ത് പ്രതിഫലം നമുക്ക് ലഭിക്കുന്നത്? നിത്യജീവൻ. നമ്മുടെ നിത്യജീവൻ ലഭിക്കണം. ദൈവത്തെ അന്വേഷിക്കുന്നത് ലഭിക്കുന്നതാണ് ജീവൻ. അത് നമ്മുടെ ഈ ലോകത്തിലുള്ള നമ്മളിപ്പോൾ ലോകത്തിലുള്ള നശിച്ചു പോകുന്ന ജീവനല്ല, നിത്യജീവനായിട്ടുള്ള ആഗ്രഹമായിരിക്കണം നമ്മളിൽ ഉണ്ടാകേണ്ടത്. അപ്പം നമ്മൾ വിശ്വസിച്ചാലുള്ള ആത്മീയമായിട്ടുള്ള രീതിയിൽ 2 അർത്ഥങ്ങൾ നമുക്കിന്ന് ചിന്തിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരുന്നോളുന്നു.